ഓം ശ്രീരാമചന്ദ്രായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണം യുദ്ധകാന്ഡം 87 സർഗമാണ് വ്യാഖ്യാനിക്കുന്നത്. സന്തുഷ്ടനായ വിഭീഷണൻ സൗമിത്രിയോട് ഇങ്ങനെ പറഞ്ഞ ശേഷം വേഗം വില്ലുമേന്തി അവനെയും കൂട്ടിക്കൊണ്ട് പോയി. വിദൂരം തതോ ഗത്വാ പ്രവിശ്യാച മഹദ്വനം ദർശയാമാസ തൽക്കർമ്മ ലക്ഷ്മണായ വിഭീഷണൻ. കുറച്ചു ദൂരം പോയപ്പോൾ ഒരു വൻകാട്ടിൽ കടന്ന വിഭീഷണൻ ലക്ഷ്മണനെ ആ കർമ്മം കാണിച്ചു കൊടുത്തു. കാർമേഘതുല്യവും കാഴ്ചയിൽ കരാളരൂപവുമായ വടവൃക്ഷത്തെ തേജസ്വിയായ രാവണാനുജൻ ലക്ഷ്മണന് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു: യോപകാരം ഭൂതാനാം ബലവാൻ രാവണാത്മജ ഉപകൃത്യ തതപശ്ചാൽ സംഗ്രാമം അഭിവർത്തതേ. കരുത്തനായ രാവണപുത്രൻ ഇവിടെ വെച്ച് ഭൂതങ്ങൾക്ക് ബലി നൽകിയിട്ട് പിന്നീട് പോരിന് പുറപ്പെടുന്നു. അദൃശ്യ സർവഭൂതാനാം തതോ ഭവതി രാക്ഷസ നിഹന്തി സമരേ ശത്രുൻ ബധ്നാതി ചരോത്തമൈ. രാക്ഷസൻ സർവഭൂതങ്ങൾക്കും അതുപോലെ അദൃശ്യനായിട്ട് തീരുന്നു, പോരില് ശത്രുക്കളെ വധിക്കുന്നു, ശരോത്തമങ്ങൾ കൊണ്ട് ബന്ധിക്കുന്നു. കരുത്തനായ രാവണപുത്രൻ വടവൃക്ഷ ചുവട്ടിലെത്തുന്നതിനു മുൻപ് അവനെ തേരും കുതിരയും തേരാളിയും അടക്കം തീഷ്ണശരങ്ങൾ കൊണ്ട് നശിപ്പിക്കുക. മഹാതേജസ്വിയും മിത്രനന്ദനനുമായ സൗമിത്രി അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് വിചിത്രമായ വില്ലിൽ ഞാണല് മുഴക്കിക്കൊണ്ട് അവിടെ നിന്നു. തീയൊളിയുള്ള തേരിൽ ചട്ടയിട്ട് ചാപമേന്തി കൊടിയോടുകൂടി കരുത്തനും രാവണപുത്രനുമായ ഇന്ദ്രജിത്ത് ദൃശ്യനായിട്ട് വന്നു. തമവാച മഹാതേജ പൗലസ്ത്യം അപരാജിതം. അപരാജിതനായ ഇന്ദ്രജിത്തിനോട് മഹാതേജസ് പറഞ്ഞു: ഞാൻ നിന്നെ പോരിന് വിളിക്കുന്നു, എന്നോട് നേർക്ക് പോരാടും. ഏവഭുക്തോ മഹാതേജ മനസ്വീ രാവണാത്മജ അബ്രവീൽ പരുഷം വാക്യം തത്ര ദൃഷ്ട്വാ വിഭീഷണം. ഇങ്ങനെ പറഞ്ഞപ്പോൾ മനസ്വിയും മഹാതേജസ്വിയുമായ രാവണപുത്രൻ വിഭീഷണനെ കണ്ട് പരുഷമായിരിക്കുന്ന വാക്യം പറഞ്ഞു: നീ ഇവിടെ ജനിച്ചു വളർന്നവനും എൻ്റെ അച്ഛൻ്റെ അനുജനുമാണ് രാക്ഷസ. എൻ്റെ ഇളയച്ഛനായി നീ പുത്രനെ എങ്ങനെയാണ് ദ്രോഹിക്കുന്നത്? തജ്ഞാതിത്വം ന സൗഹാർദ്ദം ന ജാതിസ്തവ ദുർമതേ. ദുർമതേ, നിനക്ക് ചാർച്ചയില്ല, വേഴ്ചയില്ല, ജാതിയുമില്ല. ധർമ്മദൂഷണ, നിനക്ക് ധർമ്മവുമില്ല, മര്യാദയുമില്ല, സാഹോദര്യവും ഇല്ല. ദുർബുദ്ധി, ശോചനും സജ്ജനങ്ങൾക്ക് നിന്ദിനുമാണ് നീ. സ്വജനങ്ങളെ വെടിഞ്ഞ നീ ശത്രുവിന്റെ ഭൃത്യനായല്ലോ. സ്വജനങ്ങളോട് ചേർന്ന വാസം എവിടെ? നീചമായ പരാശ്രയം എവിടെ? കേവലം ബുദ്ധിമോശത്താൽ ഈ വലിയ അന്തരം നീ കാണുന്നില്ല. പരജനം ഗുണമുള്ളതാവട്ടെ, സ്വജനം ഗുണഹീനവുമാകട്ടെ, എന്നാലും നിർഗുണമായിരിക്കുന്ന സ്വജനം തന്നെയാണ് നല്ലത്. പരനെപ്പോഴും പരൻ തന്നെയാണ്. ഏതൊരുവൻ സ്വപക്ഷം വിട്ട് പരപക്ഷത്ത് ചേരുമോ, അവൻ സ്വപക്ഷം നശിച്ചു കഴിയുമ്പോൾ പരപക്ഷത്താൽ തന്നെ കൊല്ലപ്പെടും. രാക്ഷസ, നിനക്ക് ഇത്രയും നിർദ്ദയത്വമുണ്ടല്ലോ. രാവണാനുജ, സുചിരമായ നീയെ ഈ കടുങ്കൈ ചെയ്യുകയുള്ളൂ. സഹോദരപുത്രൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ വിഭീഷണൻ മറുപടി പറഞ്ഞു: രാക്ഷസ, എന്റെ ശീലമറിയാത്തവനെ പോലെ എന്തിനാണ് നീ പുലമ്പുന്നത്? ഗൗരവത്തോടെയുള്ള പാരുഷ്യം പറച്ചിൽ മതിയാക്കുക. ഞാൻ ക്രൂരകർമാക്കളായ രാക്ഷസന്മാരുടെ കുലത്തിൽ പിറന്നവനാണെങ്കിലും എൻ്റെ ശീലം അരാക്ഷസമാണ്. ജനങ്ങൾക്കൊന്നാമതായുള്ള ഗുണമാണ് അത്. എനിക്ക് ദാരുണകർമ്മം പ്രിയമല്ല, അധർമ്മവും പ്രിയമല്ല. സഹോദരൻ വിലക്ഷണ സ്വഭാവിയായ സഹോദരനെ നിരസിക്കുമോ? ധർമ്മശീലത്തിൽ നിന്ന് ഭ്രഷ്ടനും പാപസ്വഭാവിയുമായിരിക്കുന്ന പുരുഷനെ കയ്യിൽ കിടക്കുന്ന ക്രൂരസർപ്പത്തി എന്ന പോലെ വെടിഞ്ഞാലേ സുഖം വരും. ഹിംസയും പരതനം കവരുകയും പരതാര വേഴ്ചയും ചെയ്യുന്നവന് തീ പിടിച്ച പുര പോലെ പരിത്യജിക്കണമെന്ന് പറയപ്പെടുന്നു. പരതനാപഹരണം, പരതാര സമ്പർക്കം, സുഹൃത്തുക്കളിൽ അവിശ്വാസം, ഈ 3 ദോഷങ്ങളും നാശകാരണങ്ങളാണ്. മഹർഷിമാരുടെ ഘോരമായിരിക്കുന്ന വധം, ദേവന്മാരോടെല്ലാം കലഹം, അഹങ്കാരം, കോപം, വൈരം, പ്രതികൂലത എന്നീ തിന്മകൾ എൻ്റെ സഹോദരന്റെ ജീവിത ഐശ്വര്യനാശ കാരണങ്ങളാണ്. മേഘങ്ങൾ മലകളെ എന്ന പോലെ അവ ഗുണങ്ങളെ മൂടിക്കളഞ്ഞു. ഈ തിന്മകൾ മൂലം ഞാൻ എൻ്റെ സഹോദരനായ നിന്റെ പിതാവിനെ ഉപേക്ഷിച്ചു. ഈ ലങ്കാപുരി ഇനി ഉണ്ടാവില്ല രാക്ഷസ. നീയുമില്ല, നിന്റെ അച്ഛനുമില്ല. നീ അഹങ്കാരിയും ബാലനും ദുർവിനീതനുമാണ്. കാലപാശബദ്ധനായി നീ തോന്നുന്നതെല്ലാം പറഞ്ഞുകൊള്ളൂ. എന്തു പറയാനാണ് നീ ഇനി? നിനക്കിപ്പോൾ ആപത്ത് അടുത്തു കഴിഞ്ഞു. നിനക്കിനി വടവൃക്ഷത്തിലെത്തുവാൻ കഴിയുകയില്ല രാക്ഷസാധമ.
ആകുൽസ്ഥന്മാരോട് ഏറ്റുമുട്ടിയിട്ട് നിനക്ക് ജീവിച്ചിരിക്കാനായിട്ട് കഴിയില്ല. നീ പോരിൽ നരദേവനായ ലക്ഷ്മണനോട് ഏറ്റുമുട്ടുക. കൊല്ലപ്പെട്ട് കാലാലയത്തിലെത്തിയ നീ ദേവകാര്യങ്ങൾ ചെയ്യും. ഒരുമ്പെട്ട് നിൽക്കുന്ന നിന്റെ കരുത്ത് കാണിക്കുക. സർവായുധങ്ങളും സായകങ്ങളും കൊണ്ട് പോരാടുക. ലക്ഷ്മണ ബാണത്തിന് ലക്ഷ്യമായി തീരുന്ന നീ ഇന്ന് സൈന്യസമേതം ജീവനോടുകൂടി തിരിച്ചു പോകില്ല. അപ്പോൾ ഇങ്ങനെ വിഭീഷണനും ഇന്ദ്രജിത്തും തമ്മിൽ നടത്തുന്ന ഒരു സംവാദമൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ കേൾക്കുക. എല്ലാവർക്കും ശ്രീരാമാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീരാമപാദാരവിന്ദാർപ്പണമസ്തു.